എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഫംഗ്ഷൻ നടക്കുകയാണ്. ആ സമയത്ത് വർഷ അഡ്വക്കേറ്റിനെ കാണാനായിട്ട് പോയേക്കുവാണ്. ശ്രീകാന്തിനായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടായതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസൊക്കെ അയക്കാൻ. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി വർഷയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വർഷയുടെ തെറ്റിദ്ധാരണ മാറ്റുകയാണ്. പ്രിയ അവിടെ റെസ്റ്റോറൻറ്റിൽ വീണ സമയത്ത് ശ്രീകാന്ത് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ രംഗമാണ് നീ നേരിട്ട് കണ്ടതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് വർഷയും കൂട്ടിക്കൊണ്ട് സച്ചിയും രേവതിയും വിവാഹ വാർഷികം നടക്കുന്ന ഹാളിലോട്ട് വരികയാണ്. ആ സമയത്ത് ശ്രീകാന്തിനെ നിർത്തി പൊരിക്കുകയാണ്. വർഷയുടെ അച്ഛനും അമ്മയൊക്കെ മഹിമയും മധുസൂദനും കൂടി ചേർന്ന് പറയും, എത്ര നേരമായി ഞങ്ങളിവിടെ ഫംഗ്ഷന് വന്നിട്ട് ഇത്രയും നേരമായിട്ടും അവളെ കാണുന്നില്ലല്ലോ, നീ അവളോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കിടന്ന് അവരങ്ങ് ചൂടാവുകയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്കിളെ അവൾക്ക് സ്റ്റുഡിയോയിൽ അല്പം വർക്ക് തീർക്കാനുണ്ട്, അതുകൊണ്ടാണ് അവൾ വരാൻ വൈകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ വർഷയും കൂട്ടിക്കൊണ്ട് രേവതി വരുന്നത്. ആ സമയത്ത് വർഷയെ കാണുന്നത് മഹിമ ഓടി വന്ന് ചോദിക്കും, നീ എന്താ മോളെ വൈകിയത്, എത്ര നേരമായി എന്നൊക്കെ പറയാം. അത് അമ്മേ, എനിക്ക് സ്റ്റുഡിയോയിൽ അല്പം വർക്ക് തീർക്കാനുണ്ടായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയോണ്ടാണ്. പിന്നെ എൻ്റെ ഫംഗ്ഷനില്ലേ, ഞാൻ നല്ല സുന്ദരി കുട്ടിയായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് വേണ്ടേ വരാൻ. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്ത എൻ്റെ ഒരു കൂട്ടുകാരുടെ കയ്യിലാണ്. അവിടെ ചെന്നപ്പോഴും അവളിത് കംപ്ലീറ്റ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെയും സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ലേറ്റായി പോയത് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കും എന്നൊക്കെ പറയും. അതൊക്കെ മതി, പെട്ടെന്ന് ഫംഗ്ഷൻ തുടങ്ങാം, ഇപ്പം തന്നെ സമയം ഒത്തിരി ലേറ്റായി, ഗസ്റ്റുകളൊക്കെ നോക്കിയിരിക്കുക എന്ന് പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഫംഗ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി ഒന്നും കൂടി മേക്കപ്പൊക്കെ ചെയ്തൊക്കെ വരും. അങ്ങനെ അവർ സ്റ്റേജിലോട്ട് നിന്ന് അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് വർഷ ശ്രീകാന്തിനെക്കുറിച്ചും ശ്രീകാന്ത് വർഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രീകാന്ത് വർഷയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. വർഷയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. വർഷയെ പോലൊരു കുട്ടിയെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. വർഷ വളരെ സപ്പോർട്ടീവാണ് എൻ്റെ പ്രൊഫഷനിലും എൻ്റെ ജീവിതത്തിലും. വർഷ എനിക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ളൊരു വൈഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വർഷയ്ക്ക് ശ്രീകാന്ത് മൈക്ക് കൈമാറുകയാണ്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഞാൻ വളരെ ഭാഗ്യവതിയാണ്, ശ്രീകാന്തിനെ കണക്കൊരു ഹസ്ബൻഡിനെ കിട്ടിയത്. ശ്രീകാന്ത് വളരെ സപ്പോർട്ടീവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മകളായിരുന്നു. എനിക്ക് ഒരുപാട് വാശിയും നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാതായത് ഈ ഒരു ജോയിൻറ്റ് ഫാമിലി വന്നതിന് ശേഷമാണ്. പിന്നെ ഞാൻ നന്ദി പറയുന്നതും ഇന്നത്തെ ഈ ഫംഗ്ഷന് ഇത്രയും ഗ്രാൻഡായിട്ട് നടക്കാൻ കാരണക്കാരും എൻ്റെ രേവതി ചേച്ചിയും സച്ചേട്ടനുമാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് രേവതിയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുന്നു. ഞങ്ങളൊരു ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞൊരു ഇതിൽ പോയിരുന്നു. ആ സമയത്ത് ബെസ്റ്റ് കപ്പിൾസ് അവാർഡ് കിട്ടിയത് സച്ചിയേട്ടനും രേവതി ചേച്ചിക്കുമാണ്. അത് കിട്ടാൻ കാരണം പോലും അവരുടെ ജീവിതമാണ്. ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാതൃകാ ദമ്പതികളാണ് സച്ചിയേട്ടനും രേവതിയും എന്ന് പറയുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഒറ്റ മകളായിട്ടാണ്. പക്ഷേ ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിലോട്ട് വന്നതിന് ശേഷം അവിടെ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ലക്കെന്ന് പറയുന്നത് എനിക്കൊരു നല്ല സിസ്റ്ററിനെ കിട്ടിയെന്നുള്ളതാണ്. അതെൻ്റെ സ്വന്തം രേവതി ചേച്ചിയാണ്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് കിട്ടാവുന്ന മാക്സിമം സ്നേഹം തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതും ജീവിതത്തെക്കുറിച്ച് എന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നതും എൻ്റെ എടുത്തുചാട്ടവും നിർബന്ധമൊക്കെ കളഞ്ഞ് ഒരു അത്യാവശ്യം നല്ല കുടുംബിനിയാക്കി എടുത്തേക്ക് രേവതി ചേച്ചിയാന്നൊക്കെ പറയുന്നുണ്ട്. രേവതിയെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കും മഹിമയ്ക്കും മധുസൂദനൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അച്ചമ്മയ്ക്ക് രവീന്ദ്രനും ശ്രീകാന്തിനും സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നെ പറയുന്നത് നമ്മുടെ സച്ചിയെക്കുറിച്ചാണ്. സച്ചിയെക്കുറിച്ച് പറയുന്നു, എനിക്ക് ആദ്യം സച്ചിയേട്ടനെ ഇഷ്ടമല്ലായിരുന്നു, ചെറിയ പേടിയുണ്ടായിരുന്നു. എല്ലാവരും എന്നൊക്കെ ചോദിക്കുമായിരുന്നു, സച്ചിയുള്ള വീട്ടിൽ നീ എങ്ങനെ താമസിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് സച്ചിയേട്ടനെ വലിയ ഇഷ്ടമാണ്. എനിക്കൊരു ചേട്ടനില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ സച്ചിയേട്ടനെ വലിയ ഇഷ്ടമാണ്. സച്ചിയേട്ടനാണ് ഞങ്ങളുടെ വീട്ടിലെ ധൈര്യം. എനിക്ക് സ്വന്തം ചേട്ടനാണ് സച്ചിയേട്ടൻ എനിക്ക് സ്വന്തം ചേട്ടനും, ഞാൻ സച്ചിയേട്ടനെ സ്വന്തം അനിയത്തിക്കുട്ടിയാന്ന് പറയും. ഇല്ലേ സച്ചിയേട്ടാ പിന്നെ എന്നൊക്കെ പറയും. സച്ചിയെക്കുറിച്ച് പറയുമ്പോൾ സച്ചിയുടെ മനസ്സിൻ്റെ വലിപ്പം എല്ലാവരും അവിടെ മനസ്സിലാക്കിയാണ്. എടുത്തുചാട്ടക്കാരനാണെങ്കിൽ സച്ചിക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ സ്വന്തം അനിയത്തെ പോലെ തന്നെയാണ് സച്ചി സ്നേഹിക്കുന്നത്. അപ്പോൾ അതും എല്ലാവരും അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നെ പറയുന്നത് നമ്മുടെ ചന്ദ്രമതിയെക്കുറിച്ചും രവീന്ദ്രനെക്കുറിച്ചുമാണ്. ആൻറ്റി അങ്കിളും നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ് എനിക്ക്. ആൻറ്റി നല്ലൊരു കൊമേഡിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം നമ്മുടെ രവീന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. അങ്കിളിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്കിൾ എനിക്ക് എൻ്റെ അച്ഛനെ പോലാണ്. അങ്കിൾ എന്നെ വഴക്ക് പറയത്തേയില്ല. അങ്കിൾ ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ തന്ന് ഞങ്ങളെ എല്ലാ തെറ്റുകളൊക്കെ തിരുത്താൻ ശ്രമിക്കും. വളരെ നല്ലൊരു അച്ഛനാണ് എൻ്റെ ശ്രീകാന്തിൻ്റെ അച്ഛൻ എന്ന് പറയും. എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണെന്ന് പറയും. പിന്നെ പറയുന്നത് നമ്മുടെ അച്ഛമ്മയെക്കുറിച്ചാണ്. എൻ്റെ സ്വന്തം അച്ഛമ്മയാണ്. പിന്നെ നമ്മുടെ അച്ഛമ്മയെക്കുറിച്ച് പറയുമ്പം അച്ഛമ്മ ഭയങ്കര ബോൾഡാണ്. അച്ഛമ്മ പിന്നെ ബോൾഡാണെന്ന് മാത്രമല്ല, ഒരു വീടിനെ മാത്രമല്ല ഒരു നാടിനെ പോലും നിയന്ത്രിക്കാൻ
അച്ചമ്മയുടെ ചൂണ്ടുവിരലിന് കഴിയും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ചമ്മ പറയും, നിൻ്റെ അച്ഛനിട്ടും ഞാൻ ചൂണ്ടുവിരലോടൊരു പണി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഫങ്ഷനൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്കും ജസ്റ്റ് ഒരു ശ്രുതി ചേച്ചി നിങ്ങൾക്ക് എൻ്റെ വക താങ്ക്സ് എന്ന് പറയും. അവർക്ക് മാത്രം ജസ്റ്റ് ഒരു താങ്ക്സേ പറയത്തുള്ളൂ. മറ്റെല്ലാവരെയും പുകഴ്ത്തി പറയുന്ന സമയത്ത് പിന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതിലോട്ടാണ് പോകുന്നത്. ആ സമയത്ത് ആദ്യം ഗിഫ്റ്റ് കൊടുക്കുന്നത് മധുസൂദനനും മഹിമയും കൂടിയാണ്. അവരൊരു ഡയമണ്ട് നെക്ലസ് ആണ് കൊടുക്കുന്നത്. ഓ വാ സൂപ്പർ എന്നൊക്കെ പറയും. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ സച്ചിൻ രേവതിയാണ്. അവർ കൊണ്ട് കൊടുക്കുന്നത് ഒരു ബൊക്കയാണ്. അപ്പോൾ ഇത് രേവതി ചേച്ചി ഡിസൈൻ ചെയ്തതാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയും. ഓ അടിപൊളി, ഇന്നിവിടെ കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് റോസ് പൂക്കൾ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയും. അങ്ങനെ കൊടുക്കും. പിന്നെ നമ്മുടെ ശ്രുതിയും ചെയ്തൊരു ഗോൾഡിൻ്റെ റിങ് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മധുസൂദനൻ ഇങ്ങോട്ട് വന്നിട്ട് രവീന്ദ്ര ചോദിക്കും, ഗിഫ്റ്റൊക്കെ കൊടുത്തോ? ഗിഫ്റ്റ് കൊടുത്തത് കണ്ടോ? ഞാൻ എൻ്റെ മകൾക്ക് ഡയമണ്ട് നെക്ലസ്സാണ് കൊടുത്തത്. നിങ്ങളെന്താ കൊടുത്തത്? വല്ല സോപ്പൊട്ടിയോ ഗ്ലാസ്സോ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു കളിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ ഇങ്ങോട്ട് വരികയാണ്. അച്ചമ്മയ്ക്ക് നേരത്തെ തൊട്ട് മധുസൂദനൻ്റെ സംസാരം, അതായത് രവീന്ദ്രനെ കുറ്റപ്പെടുത്തി ഇടിച്ച് താഴ്ത്തിക്കൊണ്ടുള്ള സംസാരങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഡ്രൈവർ എന്ന രീതിയിലുള്ള സംസാരത്തിൽ ഒരു ആക്ഷേപം രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അച്ചമ്മയുടെ ഇച്ചിരി തട്ടിക്കയറി സംസാരിച്ചിട്ടുണ്ട്. അച്ചമ്മ അതെല്ലാം മനസ്സിലിങ്ങനെ ചെറിയ റിവെഞ്ച് കണക്ക് വെച്ചേക്കുവാണ്, ഒരു പണി കൊടുക്കണമെന്ന് കരുതി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മധുസൂദനൻ ഫോൺ ചെയ്യുമ്പോൾ അച്ചമ്മ ചെറിയൊരു കൊളുത്തിപ്പിടുത്തം കണക്ക് ഒരു പണി കൊടുക്കുന്നൊരു ചൂണ്ടുവിരലുകൊണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മധുസൂദനൻ്റെ പെടലിക്കിട്ട ഒരു കൊളുത്തിപ്പിടുത്തം കൊടുക്കും. കുറച്ച് നേരത്തേക്ക് സ്റ്റാറ്റു കണക്ക് അവിടെ നിൽക്കുകയാണ്. മധുസൂദനൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ആ പ്രതിമ അവിടെ നനങ്ങണമെങ്കിൽ നമ്മുടെ അച്ചമ്മ വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളും കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.